നമസ്കാരം, ബിപിൻ ചന്ദ്രനാണ്. ഒരു പുസ്തകത്തിനെ അതിന്റെ പുറംചട്ട കൊണ്ട് അളക്കരുതെന്നാണ് പണ്ടുള്ളവർ പറയാറുള്ളത്. പക്ഷെ കാലം മാറി, കഥ മാറി. പുറംചട്ടകൾക്ക് അതിൻ്റെതായിട്ടുള്ള സൗന്ദര്യശാസ്ത്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്. പുസ്തകത്തിന്റെ ഉള്ളടക്കം പോലെ തന്നെ പുറംചട്ടയും പ്രധാനമായിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജുംബ ലഹരി ദി ക്ലോത്തിങ് ഓഫ് ബുക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയത്. പുസ്തകത്തിന്റെ പുറംചട്ടകൾ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നവർ ഈ പുസ്തകത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊരു പുസ്തകപ്രേമിയാണ്. നിങ്ങളുടെ ഗ്രന്ഥ ശേഖരത്തിൽ അപൂർവമായിട്ടുള്ള കവർ ചിത്രങ്ങളുള്ള പുസ്തകങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാനുള്ള ഒരു അവസരം DC ബുക്സ് ഒരുക്കുന്നു. ബിബ്ലിയോഫൈൽ കോമ്പറ്റീഷൻ എന്ന പേരിൽ DC ബുക്സ് ഒരുക്കുന്ന ഒരു മത്സരത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യട്ടെ. OV വിജയന്റെ തലമുറകൾ എന്ന് പറയുന്ന നോവൽ പലർക്കും പരിചിതമായിരിക്കും. OV വിജയന്റെ തലമുറകളുടെ കവർ ചിത്രങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ 2 കവർ ചിത്രങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഒന്നിത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കവർ ചിത്രങ്ങൾ എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. കാരണം അതിൻ്റെ 1-ാം പതിപ്പിൽ 1000 കവറുകൾക്ക് 1000 കവർ ചിത്രങ്ങൾ ആർട്ടിസ്റ്റ് ബാലഭാസ്കരൻ അതിൻ്റെ പുറംചട്ടയിൽ വരച്ചു ചേർക്കുകയായിരുന്നു. അത് അമൂല്യമായിട്ടുള്ള ഒരു പതിപ്പാണ്. അതിൻ്റെ 1-ാം എഡിഷനിൽ 1000 കോപ്പികളാണ് പുറത്തിറക്കിയത്. 1000 കോപ്പികൾക്ക് 1000 മുഖചിത്രങ്ങളായിരുന്നു. M. കുന്നിന്റെ പ്രവാസം എന്ന് പറയുന്ന നോവലിന്റെ 1-ാം പതിപ്പാണ്. ഈ 1-ാം പതിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. 5 കവറുകളായിരുന്നു ഇതിന്റെ 1-ാം പതിപ്പിന് ഉണ്ടായിരുന്നത്. 10,000 കോപ്പികളായിരുന്നു ഇതിന്റെ 1-ാം എഡിഷൻ. അത് മലയാള പുസ്തക പ്രസാധന ചരിത്രത്തിലെ ഒരു പുതുമ കൂടിയായിരുന്നു. ലക്ഷ്മി N. മേനോൻ എന്ന് പറയുന്ന ഒരു കരകൗശല വിദഗ്ധയുമായി ചേർന്നുകൊണ്ട് ഹേ ആർട്ട് എന്ന് പറയുന്ന വൈക്കോൽ തുണ്ടുകൾ കൊണ്ട് ഒട്ടിച്ചുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി കൂടി DC ബുക്സ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയായിരുന്നു അത്. M. മുകുന്ദന്റെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. EMSന്റെ ചിത്രങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. EMSനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട്, കേന്ദ്ര കഥാപാത്രം എന്ന് പറയാൻ പറ്റില്ല, EMS അതിനകത്തൊരു പ്രധാന കഥാപാത്രമാണ് എന്ന് പറയാനേ പറ്റൂ. അങ്ങനെ ഒരു നോവൽ M. മുകുന്ദൻ എഴുതിയിട്ടുണ്ട്, കേശവന്റെ വിലാപം. അതും ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ EMSന്റെ ഒരു മെറ്റൽ ഇമ്പോസ്ഡ് കവറുമായി കേശവന്റെ വിലാപങ്ങളുടെ 1-ാം എഡിഷൻ പുറത്തിറങ്ങിയിരുന്നു. ആ കവർ 2000 പേരുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവൂ. ഇതാണ് ആ കവർ. ഇതിന്റെ പ്രത്യേകത, ഇതേ കവർ ചിത്രത്തോടു കൂടി നിങ്ങൾ കേശവന്റെ വിലാപങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ടാകും. പക്ഷേ ഇതതിൻ്റെ 1-ാം എഡിഷനാണ്. ഇതിൻ്റെ പുറംചട്ടയിലുള്ള EMSന്റെ ഈ ചിത്രം ഇതൊരു ചിത്രമല്ല, ചെമ്പ് തകിടിൽ ഇമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രൂപമാണ്. കണ്ണാടി കാൺമോളവും തന്നോട് മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കുന്നത് എത്രയും വിരൂപന്മാർ എന്ന് എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്. കണ്ണാടി എന്ന് പറയുന്നത് ഒരു രൂപകമാണ്. അവനവനെ തെളിയിച്ചു തരുന്ന, അവനവന് കാണിച്ചു കൊടുക്കുന്ന ഒരു സംഗതിയാണ് കണ്ണാടി. പുസ്തകങ്ങളും അങ്ങനെയാണ്. ഉപനിഷത്തുകളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യമായി നമ്മൾ കയ്യിലെടുക്കുക സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി എന്ന ഗ്രന്ഥമായിരിക്കും. തത്വമസിയും ഒരു കണ്ണാടിയാണ്, അവനവനെ തെളിയിച്ച് കാണിച്ചു തരുന്ന ഒരു കണ്ണാടി. തത്വമസിയുടെ ഒരു വിശിഷ്ടമായ എഡിഷൻ DC ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. കൂമൻകാവിൽ ബസ് എന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. ഇത് ഏത് നോവലിലെ വരികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകപ്രേമികൾ എന്നെ ഓടിച്ചിട്ടടിക്കും. ഖസാക്കിന്റെ ഇതിഹാസം വായിക്കാത്ത നല്ല വായനക്കാരൊന്നും തന്നെ ഉണ്ടാവില്ല. ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ കോപ്പി കൈവശമില്ലാത്ത നല്ല പുസ്തകപ്രേമികളും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ഒരു കോപ്പിയുണ്ട്. ഇത് അധികം പേരുടെ കയ്യിൽ കാണില്ല. ഈ പ്രതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്ത് ഖസാക്കിന്റെ ഇതിഹാസം, മറുവശത്ത് ഇതിഹാസത്തിന്റെ ഇതിഹാസം. ഒരു ഡബിൾ സൈഡ് ബുക്കാണ് ഇത്. വളരെ റെയറായിട്ടുള്ള ഒരു എഡിഷനാണ്. ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് സാഹിത്യകൃതികൾ സംസാരിക്കാറുണ്ട്. ജനിമൃതികളെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഒരു ഉജ്ജ്വല നോവലാണ് സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരാമുഖം. പക്ഷേ ആ നോവൽ പോലെ ശ്രദ്ധേയമാണ് അതിൻ്റെ 1-ാം പതിപ്പിന്റെ കവർ ചിത്രവും.
ജനനവും മരണവും ഒരുമിച്ച് ഒരു കവർ ചിത്രത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്ന ആലോചനയുടെ ഭാഗമായി സൈനുൽ ആബിദ് ഡിസൈൻ ചെയ്ത ആ കവർ. ഇതാണ് ആ കവർ ചിത്രം. ഇതിൽ ജനനമുണ്ട്, ഒപ്പം തന്നെ മരണവുമുണ്ട്. രാഷ്ട്രീയത്തിൽ അധികാരത്തിന്റെ പ്രയോഗങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് സാഹിത്യകൃതികൾ സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കൃതിയാണ് ഭഗവാന്റെ മരണം. നമ്മളെ വെടിയുണ്ടകൾ ഭരിക്കുന്ന കാലം എന്തായാലും ഗുണകരമായ ഒരു കാലമായിരിക്കില്ല. സ്വന്തം കാലത്തോട് അതിതീവ്രമായി പ്രതികരിക്കുന്ന ഒരുപാട് എഴുത്തുകാർ നമുക്കുണ്ട്. അതേപോലെ തന്നെ അവരുടെ എഴുത്തിനെ അത്രമാത്രം ശക്തമായി അവതരിപ്പിക്കുന്ന ചില കവർ ചിത്രങ്ങളും ഉണ്ടാകാറുണ്ട്. ഇത് അത്തരത്തിലുള്ള ഒരു കവർ ചിത്രമാണ്. ഗൗരി ലങ്കേഷന്മാർ, കൽബുർഗിമാർ ഒക്കെ വെടിയേറ്റ് വീഴുമ്പോൾ ഭഗവാന്റെ മരണം എന്ന് പറയുന്ന രാഷ്ട്രീയ കഥയുമായി KR മീര എത്തുമ്പോൾ DC ബുക്സ് അതിന് ഒരുക്കിയ കവർ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു വെടിയുണ്ടയുടെ തുള അതിൻ്റെ പിൻകവറിലൂടെ കടന്നുപോയ പ്രതീതിയിൽ ഒരു കവർ. DC ബുക്സ് അവതരിപ്പിക്കുന്ന ബിബ്ലിയോഫൈൽ കോമ്പറ്റീഷനിൽ സമ്മാനം നേടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഞാൻ പരിചയപ്പെടുത്തിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള കവർ ചിത്രങ്ങൾ അടങ്ങുന്ന പുസ്തകങ്ങൾ നിങ്ങളുടെ ശേഖരത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ പുസ്തകവും പിടിച്ചൊരു ഫോട്ടോ എടുക്കുക. നിങ്ങളുടെ ചിത്രവും ആ പുസ്തകം സമ്പാദിച്ചത് എങ്ങനെ എന്നുള്ള അനുഭവക്കുറിപ്പോ അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ വായനാനുഭവക്കുറിപ്പോ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ DC ബുക്സിനെ ടാഗ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക.